നമസ്കാരം, വെൽക്കം ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ വീട്ടിലിരുന്ന് തന്നെ മൊബൈലിലൂടെ ജീവൻ പ്രമാൺ അല്ലെങ്കിൽ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ജീവൻ പ്രമാൺ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. തുടർന്ന് ആധാർ ഫേസ് ID എന്ന ആപ്ലിക്കേഷനും കൂടെ ഡൗൺലോഡ് ചെയ്യണം. രണ്ട് ആപ്ലിക്കേഷനുകളും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒരു ആളെ ഓപ്പറേറ്ററായി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ജീവൻ പ്രമാൺ എന്ന പ്രോസസ്സ് ചെയ്യുന്ന ആൾ. ഒരു പെൻഷനർക്കും ഓപ്പറേറ്ററായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പ്രോസസ്സ് ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈവശം ആധാർ കാർഡും OTP ലഭിക്കുന്നതിനായി ഒരു ആക്റ്റീവ് മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. ഇനി ജീവൻ പ്രമാൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അവിടെ ഡിവൈസും ഓപ്പറേറ്ററും രജിസ്റ്റർ ചെയ്യാനായി ആവശ്യപ്പെടും. ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ ഫോണിൽ നിന്നും ഏതൊരു പെൻഷനറുടെയും ജീവൻ പ്രമാൺ ചെയ്യാവുന്നതാണ്. ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഒരു ആക്റ്റീവായ ഇമെയിൽ ID കൂടെ കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ അമർത്തുക. നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് അമർത്തുക. തുടർന്ന് ഓപ്പറേറ്ററുടെ പേര് എഴുതേണ്ടതാണ്. ഇനി ചെക്ക് മാർക്കിൽ ടിക്ക് ചെയ്യുക. സ്കാൻ ബട്ടൺ അമർത്തുക. ഇവിടെ ക്യാമറ പെർമിഷൻ ആവശ്യപ്പെട്ടാൽ അലോ ചെയ്യുക. ഫേസ് സ്കാനിങ്ങിനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇത്. ഒരു നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുക. ചെക്ക് ബോക്സിൽ ടിക്ക് അടയാളപ്പെടുത്തി ബട്ടൺ അമർത്തുക. ക്യാമറ ഓൺ ആകുന്നതാണ്. ആ സർക്കിളിനകത്ത് ഫേസ് വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ആ സർക്കിളിന് ചുറ്റും ഗ്രീൻ കളർ വരുമ്പോഴത്തേക്കും കണ്ണുകൾ അടച്ചു തുറക്കേണ്ടതുണ്ട്. അപ്പോൾ സക്സസ്ഫുൾ ആയതായി ഒരു മെസ്സേജ് ലഭിക്കുന്നതാണ്. ഇവിടെ ഓപ്പറേറ്റർ രജിസ്ട്രേഷൻ പൂർത്തിയായി. ഇനി ഏത് പെൻഷൻകാരുടെയും ജീവൻ പ്രമാൺ ഈ ഫോണിലൂടെ ചെയ്യാവുന്നതാണ്. ഇനി ജീവൻ പ്രമാൺ ചെയ്യുന്നതിനായി പെൻഷനറുടെ ആധാറും മൊബൈൽ നമ്പറും എൻ്റർ ചെയ്യേണ്ടതാണ്. ഇമെയിൽ അഡ്രസ് കമ്പൽസറി അല്ല. സബ്മിറ്റ് ബട്ടൺ അമർത്തുക. മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. അത് നൽകി സബ്മിറ്റ് അമർത്തുക. ഇതിനു മുന്നേ ജീവൻ പ്രമാൺ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ആ വിശദാംശങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നതായിരിക്കും. ആദ്യമായാണ് ചെയ്യാൻ പോകുന്നതെങ്കിലോ അല്ലെങ്കിൽ PPO നമ്പർ മാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ന്യൂ പെൻഷൻ PPO നോട്ട് ഇൻ ലിസ്റ്റ് ഓഫ് യുവർ സെൽഫ് എന്ന ഓപ്ഷനിലേക്ക് പോകണം. അതിനുശേഷം PPOയിൽ കാണിച്ചിരിക്കുന്നത് പോലെ പേര് എൻ്റർ ചെയ്യുക. പെൻഷൻ സെലക്ട് ചെയ്യുക. EPS 95 അല്ലെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ അതർ സർവീസ് സെലക്ട് ചെയ്യുക. സെൻട്രൽ ഗവൺമെൻറ്, ബാങ്ക്സ്, EPFO, സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നിവ. സാങ്ഷനിങ് അതോറിറ്റി സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഡിസ്പേഴ്സിംഗ് അതോറിറ്റി സെലക്ട് ചെയ്യുക. മിക്ക കേസുകളിലും അത് ബാങ്ക് എന്ന ഓപ്ഷൻ ആയിരിക്കും. ഏജൻസിയിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ പേര് സെലക്ട് ചെയ്യുക. ഇപ്പോൾ PPO നമ്പറും അക്കൗണ്ട് നമ്പറും എൻ്റർ ചെയ്യുക. ഇവിടെ രണ്ട് ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ എംപ്ലോയിഡ് ആണോ എന്നതും റീമാരീഡ് ആണോ എന്നതും. അത് നോ എങ്കിൽ നോ അല്ലെങ്കിൽ എസ് എങ്കിൽ എസ് കൊടുത്ത് പ്രസ് നെക്സ്റ്റ്. നൽകിയ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഒന്നുകൂടെ കാണിക്കുന്നതായിരിക്കും. രണ്ട് ചെക്ക് ബോക്സുകളിലും ടിക്ക് അടയാളപ്പെടുത്തി സബ്മിറ്റ് ബട്ടൺ അമർത്തുക. ചെക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് സ്കാൻ ബട്ടൺ പ്രസ് ചെയ്യുക. ആ പെൻഷനറുടെ മുഖം കറക്റ്റായിട്ട് ആ സർക്കിളിനകത്ത് വരുന്ന രീതിയിൽ അലൈൻ ചെയ്യണം. ഗ്രീൻ സർക്കിൾ വരുമ്പോൾ കണ്ണുകൾ ബ്ലിങ്ക് ചെയ്യേണ്ടതാണ്, അടച്ച് തുറക്കേണ്ടതാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ജീവൻ പ്രമാൺ നമ്പർ കിട്ടുന്നതായിരിക്കും. കൂടെ ഒരു സക്സസ്ഫുൾ മെസ്സേജും ലഭിക്കും. ഈ ജീവൻ പ്രമാൺ നമ്പർ വെച്ചിട്ട് ജീവൻ പ്രമാൺ
gov.in എന്ന പോർട്ടലിൽ പോയി ലൈഫ് സർട്ടിഫിക്കറ്റ് കാണാനും അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുക്കാനും കഴിയുന്നതായിരിക്കും. ഓൺലൈൻ ജീവൻ പ്രമാൺ അല്ലെങ്കിൽ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് എന്ന പ്രോസസ്സ് ഇതോടുകൂടി കംപ്ലീറ്റ് ആവുന്നതാണ്. ഇതുപോലെ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. ജയ് ഹിന്ദ്.